സംസ്ഥാന അവാർഡിന്റെ തിളക്കത്തിലാണ് ചേർത്തലയുടെ സ്വന്തം അനുഗ്രഹീത കലാകാരനായ രാജീവ് ആലുങ്കൽ. മുൻപ് തന്നെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള അദ്ദേഹത്തെ തേടി മികച്ച നാടക ഗാന രചയിതാവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്. 3.5 പതിറ്റാണ്ടിലേക്ക് അടുക്കുന്ന സാർത്ഥകമായ ഗാനരചനാ സബരിക്ക് ഒരു പൊൻതൂവൽ കൂടി നേടിയിരിക്കുകയാണ് രാജീവ് ആലുങ്കൽ. വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ എന്ന നാടകത്തിലെ ഇരുളിൽ വെയിൽ കോലം തെളിയും കനൽക്കാലം എന്ന ഗാനത്തിനും പകലിലൊരാൾ പതിതരാഗമായി എന്ന ഗാനത്തിനുമാണ് രാജീവ് ആലുങ്കലിനെ തേടി പുതിയ അംഗീകാരം എത്തിയിരിക്കുന്നത്. അനിൽ മാളയും റെജി ഗോപിനാഥുമാണ് പാട്ടുകൾക്ക് ഈണം നൽകിയത്. ഹേമന്ത് കുമാറിന്റെ നാടകരചനയ്ക്ക് രാജേഷ് ഇർളത്തിന്റെ സംവിധാനവും. ഈ വർഷം ഏറ്റവും കൂടുതൽ വേദികൾ പിന്നിട്ട നാടകത്തിലെ പാട്ടുകൾക്ക് തന്നെ അംഗീകാരവും തേടിയെത്തി. ലോകമാകെ നെഞ്ചിലേറ്റിയ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന ഗാനത്തിന്റെ രചയിതാവ് കൂടിയാണ് രാജീവ് ആലുങ്കൽ. വെട്ടം, മല്ലു സിംഗ്, റോമൻ, സൗണ്ട് തോമ തുടങ്ങി ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിലെ നമ്മൾ ഏറ്റുപാടിയ ഗാനങ്ങളുടെ എഴുത്തുകാരൻ കൂടിയാണ് ഈ ചേർത്തലക്കാരൻ. ഒരുപാട് സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ് 3.5 പതിറ്റാണ്ടോടടുക്കുന്ന ഈ ഗാനരചനാ സഭയും ഇപ്പോൾ തേടിയെത്തിയ ഈ പുരസ്കാരം ഇത്രയും കാലം നിലനിൽക്കാനായി എന്നുള്ളതിന്റെ അടയാളപ്പെടൽ കൂടിയാണ്. 93-ൽ 19 വയസ്സ് തികയുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് ഈ സബരിയ. നാടകത്തിന്റെ തട്ടകമാണ്. സിനിമയിൽ സജീവമായി വളരെ തിരക്കിലായിരുന്നപ്പോഴും നാടകം എന്ന് പറയുന്നത് വല്ലാത്ത ആത്മബന്ധത്തോടെ കൊണ്ടാടിയ ഒരു കാര്യമാണ്. അപ്പോൾ നാടകത്തിൽ പാട്ടെഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മബന്ധമുണ്ട്, ഒരു ആത്മനിർവൃതിയുണ്ട്. ആ നിർവൃതിക്ക് കാലം നൽകിയ പാരിതോഷികമാണ് ഈ പുരസ്കാരം എന്നാണ് എന്റെ വിശ്വാസം. ഇതുവരെ 300-ൽ ഏറെ നാടകങ്ങളിലായി 1000-ൽ പരം പാട്ടുകൾ. പാട്ടെഴുതിയ സിനിമകളുടെ എണ്ണമാകട്ടെ 135. പുറമെ 300-ലേറെ ഓഡിയോ കാസറ്റുകളിലായി വിശാലമായ പാട്ടുലോകവും. പാട്ടെഴുത്തിൽ 4 തലമുറകൾക്കൊപ്പം സഞ്ചരിച്ച ധന്യതയുടെ നിറവിലാണ് രാജീവ് ആലുങ്കലിന്റെ എഴുത്തു ജീവിതത്തിന്റെ ഒഴുക്ക്. നാടകത്തിലും സിനിമയിലും ആൽബങ്ങളിലുമായി 3 ദശകങ്ങൾ കൊണ്ട് പിറന്നത് 4000-ലേറെ പാട്ടുകളാണ്.